ഹലോ, വെൽക്കം ടു പോസിറ്റീവ് സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മൾ ഈ ടെറേറിയം എങ്ങനെ ഉണ്ടാക്കണമെന്നാണ് കാണാൻ പോണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഞങ്ങളുടെ നോർത്ത് സൈഡിലെ യാർഡിൽ മുഴുവനും ഇങ്ങനെ മോസാണ്. ഇവിടെ ഭയങ്കര നനവ് കൂടുതലാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ മോസ് എടുക്കാം. ഇത് കാണുന്നതൊക്കെ മറ്റേ ഫേണാണ്, അതിൻ്റെ തലയാണ് കാണുന്നത്. കണ്ടോ, ഇവിടെ മുഴുവൻ ഓസ്ട്രിച്ച് ഫണ്ട് മൗണ്ടുകൾ കണ്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് ആസ്ട്രൽബി അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഇവിടത്തേക്കാട്ടിലും ആക്ച്വലി കുറച്ചുകൂടി ഫ്രഷ് അപ്പർ സൈഡിൽ. ഇവിടെ മുഴുവൻ മഞ്ഞായിരുന്നല്ലോ. മഞ്ഞ് മുഴുവൻ മെൽറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒരുമാതിരി ഇരിക്കുകയാണ്, വിറങ്ങലിച്ചിരിക്കുന്ന പോലെ. ഇതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ആക്കിയാൽ വരും. ഇവിടെ അടുത്ത് 2 ബാച്ച് എടുത്ത് നോക്കാം നമുക്ക്. ഈ സ്നോ മുഴുവൻ മെൽറ്റ് ചെയ്യണം, നല്ല നനവുണ്ട്. ഇതിപ്പോൾ തന്നെ ഉപയോഗിക്കുന്നില്ല, നാളെയാണ് ഞാൻ മിക്കവാറും ഉപയോഗിക്കാൻ പോകുന്നത്. ഒരു ജിപ്പ് ലോക്കിൽ കുറച്ച് വെള്ളം മിസ്റ്റ് ചെയ്ത് വെക്കാൻ പോകണം. ഞാൻ എൻ്റെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് പ്രൊജക്റ്റ് ഒരു ടെറേറിയം ആയിരുന്നു, ഒരു മോസ് ടെറേറിയം ആയിരുന്നു. അന്ന് സ്റ്റെപ്സൊക്കെ കറക്റ്റായി ഫോളോ ചെയ്തു, പക്ഷേ ഒരു അബദ്ധം ചെയ്തു. അത് കാരണം അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണങ്ങിപ്പോയി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉപയോഗിച്ചിരുന്ന കണ്ടെയ്നർ എയർ ടൈറ്റ് കണ്ടെയ്നർ ആയിരുന്നില്ല. എയർ ടൈറ്റ് അല്ലാത്ത കണ്ടെയ്നർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി മുഴുവൻ എസ്കേപ്പ് ആയിട്ട്. നിറച്ച് ഹ്യൂമിഡിറ്റി ഇഷ്ടമുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ പ്ലാന്റ് ചെയ്യണം. അപ്പോൾ ആ ഹ്യൂമിഡിറ്റി മുഴുവൻ എസ്കേപ്പ് ആയി പോയി കഴിഞ്ഞാൽ അത് ഉണങ്ങി പോവുള്ളൂ. അപ്പം എയർ ടൈറ്റ് ആയ ഒരു കണ്ടെയ്നർ വേണം. ഞാനിത് ഗുഡ്വില്ലിൽ എനിക്ക് വാങ്ങിച്ചാണ്. ടാഗ് പോലും പറിച്ചു തന്നിട്ടില്ല. 399 ആയിരുന്നു. ഇതൊരു കുക്കി ജാറാണ്, നല്ല എയർ ടൈറ്റ് ആണ്. പിന്നെ ഇത് ഓഫ് കോഴ്സ് ഞാൻ യൂസ് സാധനം വാങ്ങിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യണം. അതിന് ആൽക്കഹോൾ വേണം. ഇത് 70% ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ്. പിന്നെ കുറച്ച് സ്റ്റോൺസ്. ഇത് എൻ്റെ അടുത്ത് പണ്ട് ഒരു ബോൺസൈ ഉണ്ടായിരുന്നു, ഉണങ്ങിപ്പോയി. അതിൻ്റെ അടിയിൽ ട്രെയിൽ യൂസ് ചെയ്തിട്ടാണ്, അത് വാഷ് ചെയ്ത് വെച്ചേക്കാണ് ഞാൻ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ആക്ടിവേറ്റഡ് ചാർക്കോൾ. ഇത് 2012 അവസാനമായിട്ട്, 2012 ഞാൻ ടെറേറിയം ഉണ്ടാക്കി. അന്ന് വാങ്ങിച്ചു വെച്ചതിൻ്റെ ബാക്കിയുള്ളതാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ. പിന്നെ ഇതൊരു ബേർലാപ്പിൻ്റെ പീസാണ്. നമുക്കൊരു വയർ മെഷോ അങ്ങനെ എന്തെങ്കിലും സാധനം മതി. ആ മണ്ണിട്ട് കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെ മുകളിലേക്ക് വീണ് കൊണ്ടിരിക്കാനാണ്. പിന്നെ ഓഫ് കോഴ്സ് ചെടികൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നില്ല. എൻ്റെ അടുത്തുള്ള ഫോണാണ്. ഇതൊക്കെ ഇത്തിരി വലുതാണ് ഈ ഒരു സൈസ് പാത്രത്തിന്. അപ്പോൾ ഇതിൻ്റെ പകുതിയോ എന്തെങ്കിലും മുറിച്ചിട്ടായിരിക്കും മിക്കവാറും വയ്ക്കാൻ നോക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഈ ചെടിയിൽ 3 എണ്ണം ഉണ്ട്, അതിലൊന്ന് മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് എപ്പോഴും സ്കിൻ ഡാർസിൻ്റെ കട്ടിങ് ഉണ്ടാവും. അത് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കണം, അറിയില്ല. ഇതിനുള്ള സ്ഥലം അനുസരിച്ചിരിക്കും. പിന്നെ ഞാൻ ഇന്നലെ കളക്ട് ചെയ്ത മോസ്, അത് ഞാൻ ഒത്തിരി മിസ് ചെയ്തിട്ട് സിപ്പ് ലോക്കിൽ വെച്ചിട്ടുണ്ട്, അതുണ്ട്. പിന്നെ സബ്സ്ട്രേറ്റ് എന്നാണ് പറയാം. ഇത് സബ്സ്ട്രേറ്റ് എൻ്റെ അടുത്തുള്ള സാധനം വെച്ചിട്ട് ഉണ്ടാക്കിയ സബ്സ്ട്രേറ്റ് ആണ്. ഇതിൽ ബേസിക്കലി ഓർക്കിഡ് ബാർക്ക്, അതിൻ്റെ പൊടിയുള്ള ചെറിയ ചെറിയ സൈസാണ് യൂസ് ചെയ്തിരുന്നത്. കുറച്ച് വളം, എൻ്റെ അടുത്ത് ചിക്കൻ പൂപ്പ ഉണ്ടായിരുന്നേ, അത് കുറച്ചിട്ടു. പിന്നെ പോട്ടിംഗ് സോയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ കുറച്ചും കൂടി സാൻഡും ചകിരിയൊക്കെ ആഡ് ചെയ്യാം, ഇതിനെ ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാൻ ഇത്രയും യൂസ് ചെയ്യുന്നുള്ളൂ. എൻ്റെ കയ്യിലൊരു മുറിവുണ്ട്, അത് കാരണം ഗ്ലൗസ് ഇട്ടേക്കാണ്. ആദ്യം തന്നെ നമ്മൾ ഈ കല്ലിൻ്റെ ലെയറാണ്. ഈ കല്ലിൻ്റെ ലെയർ നമുക്ക് ലേക്കാന്ന് പറഞ്ഞ പാർട്ടിക്കിളോ വലിയ സൈസോ ചെറിയ സൈസോ ലെയർ കല്ല് യൂസ് ചെയ്യാം. ഇതൊരു ഡ്രെയിനേജ് ലെയറായിട്ട് മാത്രമാണ് അതിൻ്റെ യൂസ്. ഇത്രയും വലിയൊരു ഒരു പാത്രത്തിന് കഷ്ടി 1 ഇഞ്ച് ഉണ്ടാവുമായിരിക്കും അതിൻ്റെ ലെയർ, അത്രയേ ഉള്ളൂ. ഇനിയാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ബേളാപ്പ് അല്ലെങ്കിൽ വയർ മെഷോ എന്തെങ്കിലും ഒരു സാധനം മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത ലെയർ ഇടുന്നത് ഇതിൻ്റെ മുകളിലേക്ക് വരും. ഇത്തിരി വലുതാണെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ ഇതൊന്നും കാണില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ, ഇതിൻ്റെ ഉള്ളിലെ എന്തെങ്കിലും ചീത്ത മണമോ നമ്മളിപ്പോൾ മൂടിയിരിക്കുകയല്ലേ, അതൊക്കെ എലിമിനേറ്റ് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ. നമ്മൾ കരിയാണ് ബേസിക്കലി, അത് പൊടിച്ചതാണ്. പൊടിപ്പോകാൻ സംശയമുണ്ട്, എനിക്ക് സാറില്ല. ഇനി നമുക്ക് മണ്ണ് ആഡ് ചെയ്യാം. കണ്ടോ, ഓർക്കിഡ് ബാക്ക് എല്ലാം കൊണ്ട് മിക്സ് ചെയ്ത മണ്ണ്. ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നമുക്കൊരു മല പോലെയോ എന്ത് വേണമെങ്കിലൊക്കെ ചെയ്യാം. ഞാനിപ്പം അത്ര ഫാൻസി ഒന്നും ആവുന്നില്ല. ഇനിയിപ്പം ചെടി നടുമ്പം കുറച്ചും കൂടി ആഡ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ പേരെന്താ ഞാൻ എഴുതി കാണിക്കാം, മറന്നുപോയി. ഈ ഒരു ചെടി ഞാനൊരു 6 മാസം മുന്നേ വാങ്ങിച്ചു വെച്ചാണ്. ഇത് ടെറേറിയം ഉണ്ടാക്കാൻ തന്നെ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. അത് കാരണം പകുതിയൊക്കെ ഉണങ്ങിപ്പോയി. പുറത്ത് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉള്ളിൽ നിന്ന് ആണ് ചെയ്യണേ. അപ്പോൾ പിന്നെ മണ്ണ് എല്ലായിടത്തും ആണല്ലോ എന്ന് വെച്ചിട്ട്
യൂസ് ചെയ്തതാണ്. കണ്ടോ, നല്ല റൂട്ട് സിസ്റ്റം ഉണ്ട് അതിന്. എക്സിസ്റ്റിംഗ് മണ്ണൊക്കെ കുടഞ്ഞിട്ട് ജെൻ്റ്ലി ഇത്തിരി ഇറക്കി വയ്ക്കാം. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഏതാണെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ വയ്ക്കും ചെടി പ്ലേസ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട് സൈഡ് അതാണ്, കാരണം ഞാൻ കുറേശ്ശെ ഇങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. അമ്മ മുറിച്ച് നട്ടാണ്, അതാണ് ഇത്ര ഡ്രെയിനേജിന് വേണ്ടി ഇത്രയും എന്താ പറയുക ചട്ടിയുടെ കഷ്ണമൊക്കെ വെച്ചാൽ. ഞാനാണെങ്കിൽ ഇത്രയൊന്നും വയ്ക്കൂല. ഇനി ദിസ് ഇസ് ടു ബിഗ്. അപ്പം ഞാൻ എന്താ വെച്ചാൽ കൈ വെച്ചിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പോണ്. കണ്ടോ, ഈ ഒരു കഷ്ണം ഇത് റാബിറ്റ് ഫുഡ് ഫണ്ട്, അതായത് റാബിറ്റ് ഫുഡ് പോലെ ഇത്രയും മതി. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം. എനിക്കൊന്ന് ഇപ്പോൾ തന്നെ നിറഞ്ഞു വന്നു. ഇത് ഞാനൊരു പൊക്കമുള്ള ചെടി വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇത് ഓൾറെഡി പൊക്കമുണ്ടല്ലോ. ആ അതന്നെ, അത്രേ ഉള്ളൂ. അതിൻ്റെ ഹ്യൂമിഡിറ്റി നമുക്ക് എസ്തെറ്റിക്കലി ഒരു ചെറിയ ഇത് മതിയോ? ഏതായാലും ഇത് എനിക്ക് മാറ്റിയാണ്. അപ്പോൾ ഞാൻ നോക്കാം ഇതിന് പറ്റുമോ ഇല്ലയോ. ഇതാണ് ഞാൻ വിചാരിച്ചത്, ഒരെണ്ണം മാത്രമാക്കിയിട്ട്. അതിൽ 3 തൈയുണ്ട്. ഇതിന് പൊക്കം കൂടുതൽ വന്നു. ഓക്കെ, ഇത് വിട്ടുകളാം. ഇത് പക്ഷേ ഞാനിങ്ങനെ വെക്കുന്നതാണ് ഭയങ്കര നീളം കൂടുതലായിരിക്കും. ചെറിയൊരു ഇത് ട്രയലറാണ്, വെച്ച് നോക്കട്ടെ കേട്ടോ അതെങ്ങനെയുണ്ട്. ഇതൊന്നും ഇത് വേണ്ടെന്നാ. ഞാൻ ഇപ്പോൾ ഹോം ഡിപ്പോയിൽ ഈ സൈസിനേക്കാളും കുറച്ചുകൂടി വല്ല ഇതിന് ടെറേറിയം $50 അതിൽ ഇതും പിന്നെ ആസ്പ്രഗസ് ഫോൺ അതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അത് പക്ഷെ കൂടെ ഒന്നും കിട്ടാനില്ല. ഭംഗി. ഓക്കെ, ഞാൻ എന്തും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. ഫുൾ ഇടുന്നില്ല. ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി മണ്ണതിൻ്റെ മുകളിലിട്ടിട്ട് മോസ് വെച്ചിട്ട് ബാക്കിയുള്ളത് കവർ ചെയ്യാം. അതെ, ഇതിന്മേൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകും, മാറ്റട്ടെ കേട്ടോ. കണ്ടോ, ഇത്രയൊന്നും ആലോചിച്ച് നോക്കിയേ, എന്തോരം മഞ്ഞായിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ ഫെബ്രുവരി ആദ്യം പെയ്ത മഞ്ഞ് കഴിഞ്ഞ 4 ദിവസം മുന്നേ മെൽറ്റായിപ്പോയി. അതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നത്. ഞാൻ പണ്ടത്തെ ടെറേറിയത്തിൽ പോളിമർ ക്ലേ വെച്ചിട്ട് മഷ്റൂമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ ചിലപ്പോൾ ഇടങ്ങാൻ ഉണ്ടാവും. ഇത് ട്വീസർ എന്തെങ്കിലും വെച്ച് വർക്ക് ചെയ്താണല്ലോ കുറച്ചുകൂടി നല്ലത്. ഇത് മുറിച്ച് വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. അത് വെറുതെ മണ്ണ് തൊട്ടിച്ച് വെച്ചാൽ മതി. ഇറ്റ് വിൽ സർവൈവ്. ഇതിൻ്റെ ബാക്കിലാണ് ഈ സൈഡിൽ നമുക്ക് കണ്ടോ, ഇത് കാണുന്നുണ്ടോ, ഇവിടെ ഒന്നുമില്ല. ഇത് കാണുന്നു. ഈ മോസ് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് എല്ലാത്തിനും. അപ്പം ഇനി ഞാൻ നോക്കട്ടെ കേട്ടോ, വല്ല ഡെക്കറേഷൻ സാധനം എൻ്റെ വല്ലതുകൊണ്ട് എടുത്തിട്ടുണ്ടോ. ഇത് കണ്ട, ഇതിൻ്റെ റാബിറ്റ് ഫുഡ് പുറത്തേക്ക് വരുന്നുണ്ട്. ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ദിസ്. ഒരിടയ്ക്ക് എനിക്ക് എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്രേസ് ഉണ്ടായിരുന്നു. ടെറേറിയം അല്ലെങ്കിൽ ഈ പോട്ടിൽ ലാൻഡ്സ്കേപ്പ് ഉണ്ടാക്കുന്ന ഒരാളിരുന്ന് മീൻ പിടിക്കുന്ന ഫിഷിംഗ് റോഡൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഉണ്ടാക്കിയതല്ല, ഞാൻ പണ്ടൊരു ടെറേറിയം ക്രിസ്മസ് ഓർണമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലെ മോസൊക്കെ ചീത്തയായിപ്പോയി. അതിൽ നിന്ന് എടുത്ത ഡിയറാണിത്. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാം നട്ടില്ലേ നമ്മൾ. ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് മിസ്റ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി വെള്ളം ഒഴിച്ച ചെടികളാണ് ഇതൊക്കെ. അത് കാരണം ചെടിക്ക് വെള്ളം ആവശ്യമില്ല, പക്ഷെ മണ്ണ് ഇസ് പ്രിറ്റി ഡ്രൈ, റൈറ്റ്, ആസ് യു സോ. അപ്പം മണ്ണ് നനയണം. കുറച്ച് സ്പ്രേ ചെയ്തുള്ളൂ, ഇത്രയും പോരാ, ബിക്കോസ് മണ്ണ് തീരെ നനഞ്ഞിട്ടില്ല. ഇതിൻ്റെ കെയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പാടില്ല, ദൂരെയാണ് വെക്കേണ്ടത്. ആ ഒരു വെളിച്ചം ഇല്ലെങ്കിൽ നമുക്ക് ഗ്രോ ലൈറ്റിൻ്റെ അടിയിലും വെക്കാൻ പറ്റും. ഞാനിത് എൻ്റെ സൗത്ത് ഫേസിങ് ആണ് എൻ്റെ ഡൈനിങ് റൂം. അവിടെ നിന്ന് വെയിൽ അടിക്കില്ല, പക്ഷെ നല്ല വെളിച്ചം വരും. അപ്പം ഞാൻ ഡൈനിങ് ടേബിളിലാണ് വെക്കാൻ പോകുന്നത്. ഇതിപ്പോൾ അടച്ചു വെക്കാൻ പോവാണ്. എന്നിട്ട് രാത്രി ഞാൻ ഒന്നും കൂടി ഇതുമ്മേ നന്നായിട്ട് സ്പ്രേ ചെയ്യും മിസ്റ്റ്. ബിക്കോസ് പിന്നെ ഞാൻ തുറക്കാൻ പോകുന്നല്ല ഈ അടുത്തൊന്നും. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇതിനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള മോയ്സ്ചർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിനുണ്ടാവണം. അപ്പോൾ ഡെഫിനറ്റ്ലി ആ മണ്ണ് കുറച്ച് നനഞ്ഞിരിക്കണം.
ഓക്കെ, അപ്പം ഇത് ക്ലോസ് ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് എയർ ടൈറ്റ് കണ്ടെയ്നർ, അതിനുള്ള ഹ്യൂമിഡിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഹോപ്പ്ഫുള്ളി ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി വിചാരിക്കുന്നു. വൈകാതെ തന്നെ വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.